ഹലോ, നമസ്കാരം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒറ്റ ക്ലിക്കിൽ ഒന്നിലധികം ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നോട്ട് പാഡ് എടുക്കുക. നോട്ട് പാഡ് എടുത്തിട്ട് അതിൽ നമുക്ക് വേണ്ട ഫോൾഡർ നെയിംസ്, ഇപ്പോൾ ഞാൻ കുറച്ച് കുട്ടികളുടെ പേരാണ് ടൈപ്പ് ചെയ്യുന്നത്. ആ ഫോൾഡറിൻ്റെ നെയിം ഞാൻ ഓരോ സ്പേസിൽ ടൈപ്പ് ചെയ്യുകയാണ്. അരുൺ സ്പേസ് ലീന സ്പേസ് ജോസഫ് സ്പേസ് ശ്യാം സ്പേസ് കിഷൻ. അപ്പോൾ ഇത്രയും 5 പേരുകളാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. ഈ 5 ഫോൾഡറുകളാണ് എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഫസ്റ്റ് ലൈനിൻ്റെ ഏറ്റവും ഫസ്റ്റായിട്ട് MD എന്ന് പറയുന്ന ഒരു കമാൻഡ് കൊടുക്കുക. അത് മേക്ക് ഡയറക്ടറി എന്നുള്ളൊരു ഷോർട്ട് ഫോമാണ്. MD എന്നുള്ള കമാൻഡ് കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്യുക. ഫയൽ സേവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെസ്ക്ടോപ്പിൽ എവിടെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഡെസ്ക്ടോപ്പിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ ഈ ഫയൽ സേവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനവിടെ ക്ലാസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തു. ഇനി നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫയൽ അതിലേക്ക് സേവ് ചെയ്യാണ്. ഞാൻ ഈ ഫയലിന് കൊടുക്കുന്ന പേര് നെയിം എന്നാണ്. ശ്രദ്ധിക്കണം, നമ്മൾ കൊടുക്കുന്ന പേര് കഴിഞ്ഞിട്ട് എക്സ്റ്റൻഷൻ പാർട്ട് നമ്മൾ BAT, അതായത് ബാറ്റ് എന്ന് കൊടുക്കണം. ബാറ്റ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. അപ്പോൾ ബാറ്റ് എന്ന് കൊടുത്തു. അപ്പോൾ ഇത്രയും പ്രൊസീജിയർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാനിത് ക്ലോസ് ചെയ്തു. ഡെസ്ക്ടോപ്പിൽ എൻ്റെ ഫോൾഡർ ആയിട്ടുള്ള ക്ലാസ്സിൽ ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ചെയ്തു. അപ്പോൾ അതിൽ നെയിംസ് എന്ന് പറയുന്ന ഒരു ഫയൽ, നമ്മൾ സേവ് ചെയ്ത ഫയൽ കാണാം. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഏതൊക്കെ പേരുകളാണ് ടൈപ്പ് ചെയ്തത് ആ പേരുകളെല്ലാം വെച്ചുകൊണ്ട് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ആയി. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. നമുക്ക് എക്സൽ ഷീറ്റിലോ അതല്ലെങ്കിൽ വേർഡിലോ ഒക്കെ ഇങ്ങനെ കുറേ പേരുകളൊക്കെ ഉണ്ടെങ്കിൽ ആ പേരുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഞൊടിയിടയിൽ നമുക്ക് ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ.